എവിടെ പോകുന്നു എന്നുള്ളതിലല്ല, ആരുടെ കൂടെ പോകുന്നു എന്നുള്ളതിലാണ് കാര്യം എന്നാണ് കേട്ടോ ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത്. പിന്നെ തോന്നി ആ ഒരാൾ നമ്മൾ തന്നെ ആയാലോ, അത് അടിപൊളിയായിരിക്കില്ലേ. യെസ്, നമ്മൾ നമുക്ക് വേണ്ടി അങ്ങോട്ട് ഇറങ്ങുക, വൈബ് ഒത്തിട്ട് ഒരാളെ കിട്ടിയാ അപ്പൊ അവരുടെ കൂടെയും പോവുക, അത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ച ഒരു ദിവസം. സെൽഫ് ലവ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കൊക്കെ അറിയാമെങ്കിലും നമ്മൾ ആരും അതിനു വേണ്ടി ഒരു എഫേർട്ട് എടുക്കാറില്ല. നമ്മൾ പെൺകുട്ടികൾക്ക് എപ്പോഴും പറ്റുന്ന വേറൊരു മിസ്റ്റേക്കാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും അവനും തിരിച്ച് അതുപോലെ ചെയ്യാൻ വേണ്ടി. പക്ഷെ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. ശരിക്കും അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇടയ്ക്കൊക്കെ നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോവുക, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക, അങ്ങനെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, ഒന്ന് സിനിമയ്ക്കൊക്കെ പോവുക. എങ്ങനെയുണ്ട്? ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്, എങ്കിലും ഇത്ര കാര്യമായിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും ഞാൻ എനിക്ക് വേണ്ടി ഇതുവരെ വാങ്ങിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ എനിക്ക് വേണ്ടി ഇങ്ങനെ വാങ്ങുന്നത്. അതേപോലെ സിനിമ, എൻ്റെ പൊന്നോ, ശരിക്കും നല്ല ടെൻഷനായിരുന്നു. ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും, ബോറടിക്കോ എന്നൊക്കെ. പക്ഷെ സത്യം പറയാലോ, അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ സോളോ ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കലപില വർത്താനം പറയണ എനിക്ക് ആദ്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഒരു ഫുഡ് കഴിച്ചപ്പോൾ എല്ലാം ശരിയായി. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പോയി നോക്കണം കേട്ടോ.